ഒളിച്ചു താമസിക്കാൻ തിരക്കുള്ള നഗരങ്ങളാണ് കൊടുംകാടുകളെക്കാൾ സുരക്ഷിതം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കഥയും യാഥാർത്ഥ്യവും തമ്മിൽ ഇഴപിരിച്ചെടുക്കാനാവാത്ത വിധം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു നോവൽ. കാലവും ചരിത്രവും ശാസ്ത്രവും വിശ്വാസങ്ങളും അത്ഭുതങ്ങളും നരഭോജികളും ശരീരശാസ്ത്രവും യുദ്ധവും കാമവുമൊക്കെ ഈ പുസ്തകത്തിൻ്റെ നാഭിയിൽ സർപ്പസമാനമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു. 2009 ഓഗസ്റ്റിൽ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകൃതമായ ടി.ഡി. രാമകൃഷ്ണൻ്റെ ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന മലയാള നോവൽ വായനയുടെ ഭാവുകത്വത്തിൻ്റെ ചരിത്രത്തെ തിരുത്തിയെഴുതിയ ഒരു സൃഷ്ടിയായിരുന്നു. ആശാ മേനോൻ അഭിപ്രായപ്പെടുന്നുണ്ട്, ധർമ്മപുരാണത്തിനു ശേഷം ഇത്രയും ഭീകരമായി നരമാംസാസ്വാദനം മറ്റൊരു കൃതിയിലും സംഭവിച്ചിട്ടില്ല. 1456 കേരളത്തിലെ കുന്നംകുളത്ത് ജനിച്ച് 1517 ഇറ്റലിയിലെ ഫ്ലോറൻസിൽ മരിച്ചതായി ചിത്രീകരിക്കപ്പെടുന്ന ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന കഥാപാത്രത്തിലൂടെ വായനക്കാരൻ്റെ യുക്തി പരിസരങ്ങളെ സംഭ്രമിപ്പിക്കുന്ന അസാധാരണമായൊരു കഥയിലേക്കാണ് ടി.ഡി. രാമകൃഷ്ണൻ വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ദ ആർട്ട് ഓഫ് ലവ് മേക്കിംഗ് പഠിപ്പിക്കുന്ന ദ സ്കൂൾ എന്ന സ്ഥാപനം സമൂഹത്തിൻ്റെ സദാചാര മതിലുകളെ അതിവിദഗ്ധമായി പറ്റിച്ച് മുന്നോട്ടു പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്ക് ഉദ്യോഗസ്ഥ രശ്മിയും കോളേജ് അധ്യാപിക രേഖയും ഫാഷൻ ഡിസൈനർ ബിന്ദുവുമാണ് ദ സ്കൂളിനു പിന്നിലെ ചാലക ശക്തികൾ. ബിന്ദുവിൽ നിന്ന് ആരംഭിച്ച് രശ്മിയിലൂടെ രേഖയിലേക്ക്, ഇതാണ് ഇവരുടെ സിലബസ്. അവർ അവരുടെ നിയമാവലികൾ കൃത്യമായി പാലിക്കുന്ന ക്ലയൻസിനെ അഥവാ ഉപഭോക്താക്കളെ ഉയർന്ന ഫീസ് ഈടാക്കി ലവ് മേക്കിങ്ങിൻ്റെ അപാരമായ സാധ്യതകളെ പഠിപ്പിക്കുന്നു. ശരീരാനന്ദത്തിൻ്റെ വളരെ വലിയ സാധ്യതകൾ തുറന്നിടുന്ന ദ സ്കൂൾ എന്ന സ്ഥാപനത്തിൻ്റെ ഔദ്യോഗിക മെയിലിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്ന ഇട്ടിക്കോര എന്ന കഥാപാത്രമാണ് പിന്നീട് ഈ നോവലിൻ്റെ ഗതി നിർണയിക്കുന്നത്. ഇട്ടിക്കോര തുടർന്ന് നടത്തുന്ന വെളിപ്പെടുത്തലുകളാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന ടി.ഡി. രാമകൃഷ്ണൻ്റെ നോവലിൻ്റെ ആഖ്യാന തന്ത്രം. ഇട്ടിക്കോരയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമ്മൾ ചെന്നുമുട്ടുന്നത് വെറും ചരിത്രത്തിലേക്കല്ല, ശാസ്ത്രത്തിനോ യുക്തിക്കോ വിശദീകരിക്കാൻ കഴിയാത്ത ഒരു സമാന്തര സംസ്കാരത്തിലേക്കാണ്, ഒരു അണ്ടർഗ്രൗണ്ട് കൾച്ചർ. അതിൻ്റെ ഐക്കണാണ് ഇട്ടിക്കോര, എ സീക്രട്ട് ഐക്കൺ. അത് എക്സ്പോസ് ചെയ്യപ്പെടാൻ അവർ ഒരിക്കലും അനുവദിക്കില്ല എന്ന് നോവലിൽ പറയുന്നുണ്ട്. ആരാണീ അവർ? ഇട്ടിക്കോരയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 18 കൂറ്റുകാർ എന്ന രാഷ്ട്രാന്തര ഗോത്രത്തെക്കുറിച്ചുള്ള സൂചനയാണിത്. വളരെ രഹസ്യമായി നിലനിൽക്കുന്ന 18 കൂറ്റുകാർ എന്ന വിഭാഗവും അതീവ രഹസ്യമായി അവർ ആചരിക്കുന്ന ചില ആചാരങ്ങളും എങ്ങനെയാണ് ഫ്രാൻസിസ് ഇട്ടിക്കോരയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? കോരയ്ക്ക് കൊടുക്കുക എന്ന ചടങ്ങ് യഥാർത്ഥത്തിൽ എന്താണ്? ഋതുമതികളായ പെൺകുട്ടികളെ ക്രിസ്മസ് രാത്രിയിൽ ഇരുളടഞ്ഞ ഒരു നിലവറയിലടച്ച് അവർ നടത്തുന്ന ആചാരങ്ങൾക്കു പിന്നിലെ യഥാർത്ഥ യുക്തി എന്തായിരിക്കും? ഒരു പുരുഷനായും പിന്നീട് ഒരു ചിലന്തിയായും ശേഷം ഒരു പൂമ്പാറ്റയായും പെൺകുട്ടികളെ പ്രലോഭിപ്പിക്കുന്ന ഫ്രാൻസിസ് ഇട്ടിക്കോരയുടെ യഥാർത്ഥ രഹസ്യം എന്തായിരിക്കും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അന്വേഷിക്കുമ്പോൾ അതിന് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സുമായി അഭേദ്യമായ ബന്ധമുണ്ടാകുന്നത് എങ്ങനെയാണ്? ലോകത്തിലെ ആദ്യ വനിതാ ജ്യോതിശാസ്ത്രജ്ഞയും ഗണിതശാസ്ത്രജ്ഞയുമായ ഹൈപ്പേഷ്യയ്ക്ക് ഫ്രാൻസിസ് ഇട്ടിക്കോരയുമായി എന്തായിരിക്കും ബന്ധം? അതീവ സുന്ദരിയും ബുദ്ധിമതിയുമായ ഹൈപ്പേഷ്യയും അവളുടെ ചുരുണ്ട് കറുത്ത തലമുടിയും പാപ്പിറസ് ചുരുളുകളും നീലത്താമര ഇതളുകൾ ലയിച്ചു ചേർന്ന മദ്യചഷകവുമൊക്കെ അതീവ രഹസ്യമായ ഒരു ഉടമ്പടിയുടെയും ചരിത്രത്തിൻ്റെയും ഭാഗമായത് എങ്ങനെയായിരിക്കും? ലോകപ്രശസ്ത പെയിൻറ്റിങ്ങായ മൈക്കൽ ആഞ്ചലോയുടെ പിയാത്തയിൽ നമ്മൾ ഇന്ന് കാണുന്ന സ്ത്രീരൂപം യഥാർത്ഥത്തിൽ ആരാണ്? ഇങ്ങനെ അസംഖ്യം ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നിർമ്മിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന നോവൽ പുരോഗമിക്കുന്നത്. ഉംബർട്ടോ എക്കോയുടെ റീറൈറ്റ് ഹിസ്റ്ററി അഥവാ ചരിത്രത്തെ പുനർരചിക്കുക എന്ന ആഹ്വാനം ഏറ്റെടുക്കുന്ന ടി.ഡി. രാമകൃഷ്ണൻ
ഫ്രാൻസിസ് ഇട്ടിക്കോര എഴുതുമ്പോൾ അതിൻ്റെ പ്രലോഭനീയമായ കഥാപരിസരങ്ങളിൽ സ്വയം മറക്കുന്ന വായനക്കാരെ നമുക്ക് കണ്ടെത്താം. വാസ്കോഡ ഗാമ, ഹൈപ്പേഷ്യ തുടങ്ങിയ ചരിത്ര കഥാപാത്രങ്ങൾ നോവലിൽ പ്രത്യക്ഷപ്പെടുന്നതോടൊപ്പം ഭീകരവാദത്തിൻ്റെ കാമ്പുള്ള ചരിത്രവും ഈ പുസ്തകം പറഞ്ഞു വയ്ക്കുന്നു. ഇറാഖ് യുദ്ധകാലത്ത് സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസിയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമിയും ചേർന്ന് നടത്തിയ അതിക്രൂരമായ പീഡന പരമ്പരകളായ അബൂ ഘ്രൈബ് ടോർച്ചറും തുടർന്നുള്ള തടവുകാരുടെ പീഡനങ്ങളെക്കുറിച്ചുമൊക്കെ ഈ നോവൽ ചർച്ച ചെയ്യുന്നുണ്ട്. സദ്ദാമിനെ പിന്തുണക്കുന്നവരെ മുഴുവൻ ഉന്മൂലനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ നടപ്പിലാക്കിയ സാൽവദോർ ഓപ്ഷനെക്കുറിച്ചും ഈ നോവൽ പറഞ്ഞു വയ്ക്കുന്നു. പേജ് നമ്പർ 202 ഇങ്ങനെ എഴുതി വയ്ക്കുന്നുണ്ട്: സദ്ദാം, ചരിത്രം ആദ്യം നിങ്ങളെയും നിങ്ങളുടെ കുറ്റകൃത്യങ്ങളെയും വിലയിരുത്തട്ടെ. ബാഗ്ദാദിൻ്റെ ചുവരുകളിൽ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് ഞാനൊരിക്കൽ മുന്നറിയിപ്പ് തന്നിരുന്നു. അതിൻ്റെ വിലയാണ് നിങ്ങളിപ്പോൾ നൽകുന്നത്. നിങ്ങൾ ലണ്ടനിൽ പോയി വിദേശകാര്യ വകുപ്പിലെ രേഖകൾ പരിശോധിച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ കൂടെ കൂടി തെറ്റുകൾ ആവർത്തിക്കുന്ന ബ്രിട്ടീഷുകാരോട് ഇറാഖി ജനത എങ്ങനെയാണ് പോരാടിയതെന്ന് മനസ്സിലാക്കാം. മരണത്തെ പേടിക്കാത്ത തൻ്റെ ഇടമുള്ള ജനങ്ങളാണ് ഇറാഖികൾ. ഇറാഖി പോരാട്ടം നിങ്ങളുടെ ഭാവനയിൽ കാണുന്നതിലും എത്രയോ ശക്തമാണ്. അത് ഇതിലും ശക്തമായി തീരുമെന്ന് എനിക്കുറപ്പുണ്ട്. റോബർട്ട്സൺ ഹാളിൽ കൂടിയിരുന്നവർ മുഴുവൻ ആ വാക്കുകൾ ശ്വാസമടക്കി പിടിച്ചാണ് വായിച്ചു തീർത്തത്. പക്ഷേ ആരും അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും സംസാരിക്കാൻ തയ്യാറായില്ല. എല്ലാവരും നിശബ്ദരായി ഹാളിൽ നിന്ന് പല ഭാഗത്തേക്കായി ഇറങ്ങിപ്പോയി. ഞാൻ മുറിഗാമിയുടെ കൂടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് മടങ്ങുമ്പോൾ ആരോ പിറകിൽ നിന്ന് വിളിച്ചു ചോദിച്ചു, ഇട്ടിക്കോര, ഡു യു റിമെമ്പർ സദ്ദാംസ് ഫേസ് ഓഫ് ദാറ്റ് ഡേ? യെസ്, ഹി വാസ് ലൈക്ക് എ വൂണ്ടഡ് ഓൾഡ് ലയൺ. ഈ നോവൽ മലബാറിലെ ക്രിസ്ത്യൻ പശ്ചാത്തലങ്ങളുടെ ചരിത്രത്തിന് ഒരു പുതിയ രൂപവും ഭാവവും നൽകാൻ കഥ എന്ന രചനാതന്ത്രത്തിലൂടെ ശ്രമിക്കുന്നുണ്ട്. ഏതാണ്ട് ഇതുപോലൊരു ആഖ്യാന സാധ്യത മുൻപ് നമ്മൾ കണ്ടിരിക്കുന്നത് ഡാൻ ബ്രൗണിൻ്റെ ഡാവിഞ്ചി കോഡ് എന്ന പുസ്തകത്തിലായിരുന്നു. അതുപോലെ കോൺസ്പിറസി തിയറിയുടെ സാധ്യതകളും വളരെ സമർത്ഥമായി തന്നെ ഈ നോവൽ ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായും ഭാവനകളെയും യാഥാർത്ഥ്യങ്ങളെയും അതിജീവിക്കുന്ന അസാധാരണമായ രചനാ പാടവം കൊണ്ട് ശ്രദ്ധേയമായി നിൽക്കുന്ന വളരെ വ്യത്യസ്തമായൊരു മലയാള നോവലാണ് ടി.ഡി. രാമകൃഷ്ണൻ്റെ ഫ്രാൻസിസ് ഇട്ടിക്കോര എന്നത് നിസ്സംശയം നമുക്ക് പറയാം.